ഈ ടീം വെറുമൊരു ടീമല്ല, ഒരു റൈഫിൾ ക്ലബ്ബാണ്. എതിരാളികളുടെ നെഞ്ചിലേക്ക് തുരുതുരാ വെടിയുണ്ടകൾ പായിക്കുന്ന മാരകമായൊരു റൈഫിൾ ക്ലബ്ബ്. ഇവിടെ പലതുണ്ട്, പല സൈസിൽ. എപ്പോൾ വേണമെങ്കിലും പൊട്ടാം, എവിടെ നിന്ന് വേണമെങ്കിലും വെടിയുണ്ടകൾ വരാം. എതിരാളികൾ എത്ര വലിയ പ്രതിരോധ കോട്ട കെട്ടിയാലും അത് പൊളിക്കാൻ പോകുന്നവർ ഈ ടീമിലുണ്ട്. ഈ ലോകകപ്പിൽ പേടിക്കേണ്ട ടീമുകൾ പലതുമുണ്ട്. പക്ഷേ ഏറ്റവും പേടിക്കേണ്ട ഒരു ടീമുണ്ടെങ്കിൽ അത് ലേ ബ്ലൂസ് എന്ന് വിളിക്കുന്ന ഈ ഫ്രഞ്ച് പട തന്നെയാണ്. സാധാരണ മത്സരശേഷം കോച്ചുമാർ പറയാറുള്ളത് പ്രതീക്ഷകളും റഫറിങ്ങിനെ കുറിച്ചുള്ള പരാതികളുമൊക്കെയാണ്. പക്ഷേ ഇന്നലെ ഫ്രാൻസുമായുള്ള റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിന് ശേഷം സ്വീഡൻ കോച്ച് ഗ്രഹാം പോട്ടർ പറഞ്ഞത് എന്താണെന്നറിയുമോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച പോലെ കളിച്ചില്ല. ഇനി കളിച്ചാലും കാര്യമുണ്ടോ എന്നറിയില്ല. കാരണം എതിരാളികളുടെ റേഞ്ച് അത്രയും ഉയർന്നതാണ്. ഫ്രഞ്ച് ടീമിലെ ഓരോ കളിക്കാരൻ്റെയും CV-യും അവരുടെ ട്രാക്ക് റെക്കോർഡും നിങ്ങൾ എടുത്തു നോക്കണം. എന്നിട്ടത് ഞങ്ങളുടെ ടീമുമായി ഒന്ന് ഒത്തുനോക്കണം. അപ്പോൾ ഞങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാകും. എതിർ ടീമിനെ കൊണ്ടുപോലും ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ എന്താകും ആ ടീമിൻ്റെ റേഞ്ച്? സ്വീഡിഷ് ഗോൾ പോസ്റ്റിലേക്ക് ഫ്രാൻസ് അടിച്ചുകൂട്ടിയത് എത്ര ഷോട്ടുകളാണെന്ന് അറിയാമോ? 25 ഷോട്ടുകൾ. അതിൽ 12 എണ്ണം ഓൺ ടാർഗറ്റ്. പതിവ് പോലെ ഡബിൾ ഗോളുകളുമായി എംബാപ്പെ ആടിത്തകർത്തു. കോച്ച് ദിദിയർ ദശാംസും എംബാപ്പയും തമ്മിലുള്ള റാപ്പോ വേറെ ലെവലാണ്. ക്ലബിൽ അല്പം മങ്ങിയാലും ഫ്രാൻസിൽ എംബാപ്പെ തീഗോളമാകുന്നതും അതുകൊണ്ട് തന്നെ. ആദ്യ ഗോളിന് ശേഷം എംബാപ്പെ ദശാംസിനെ പോയി കെട്ടിപ്പിടിക്കുന്നത് നാം കണ്ടു. ഒടുക്കം എംബാപ്പെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദശാംസ് വണങ്ങിയാണ് സ്വീകരിച്ചത്. 6 ഗോളുമായി ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം. ഓൾ ടൈം ഗോൾ എണ്ണത്തിൽ മെസ്സിക്ക് ഒരു ഗോൾ മാത്രം പിന്നിൽ. ലോകകപ്പ് വന്നാൽ പിന്നെ എംബാപ്പയ്ക്ക് ഒറ്റ മോഡേയുള്ളൂ, ബീസ്റ്റ് മോഡ്. എംബാപ്പെ ഗോളടിക്കുമ്പോൾ അതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു ജാലവിദ്യക്കാരനുണ്ട്. ഈ ലോകകപ്പിൽ എല്ലാവരുടെയും മനം കവർന്നവൻ മൈക്കൽ ഒലീസ്. ഫ്രഞ്ച് ഇതിഹാസം തിയറി ഹെൻറി ഒലീസിനെ വിശേഷിപ്പിച്ചത് ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ എന്നാണ്. ഈ ലോകകപ്പിൽ മാത്രം ഇതുവരെ 5 അസിസ്റ്റുകളാണ് ആ കാലിൽ നിന്നും ഒളിച്ചു വന്നത്. സ്വീഡനെതിരെ ഒരു അക്രോബാറ്റിക് ഓവർഹെഡ് കിക്ക് പോസ്റ്റിൽ തട്ടി മടങ്ങുന്നതും നാം കണ്ടു. ഒരു ജീനിയസ് ഷോട്ട്. റയാൻ ചെർക്കിയെ പോലൊരു സൂപ്പർ താരത്തിന് ഫ്രഞ്ച് ടീമിൽ ഇടം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരം ഒലീസെ ഉണ്ടെന്നതാണ്. ഇവർക്ക് പുറമെ നിലവിലെ ബാലൻഡിയോർ തിളക്കത്തോടെ നിൽക്കുന്ന ഒസ്മാനെ ഡെംബലെ, വിങ്ങുകളിൽ ഇരച്ചു കയറുന്ന ബ്രാഡ്ലി ബർക്കോള, പിന്നെ യുവതാരം ഡിസേർ ഡുവെ. ഇവരെല്ലാം ചേർന്നാൽ പിന്നെ എതിർ ടീം എന്തു ചെയ്യും? ഇവരുടെ സ്റ്റാർട്ടിംഗ് 11 മാത്രമല്ല പവർഫുൾ. ഫ്രാൻസിൻ്റെ ബെഞ്ചിലേക്കൊന്ന് നോക്കൂ. അവിടെ ഇരിക്കുന്ന പല കളിക്കാരും ലോകത്തിലെ മറ്റേതൊരു രാജ്യത്ത് പോയാലും അവിടെ കണ്ണുമടച്ച് കളിക്കാൻ യോഗ്യതയുള്ളവരാണ്. ഡിസേർ ദുവെയും റയാൻ ചെർക്കിയുമെല്ലാം ഉദാഹരണം. അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലും മാറ്റങ്ങൾ വരുത്താൻ ദശാംസിന് ഒന്നിനൊന്ന് മികച്ച ഓപ്ഷനുകളാണുള്ളത്. ഒരു താരം ഫോം ഔട്ടായാലോ അല്ലെങ്കിൽ പരിക്കേറ്റാലോ ഫ്രാൻസിന് ഒരു കുലുക്കവും ഉണ്ടാകില്ല. കാരണം അത്രത്തോളം ഡെപ്ത് അവർക്കുണ്ട്. ഒന്ന് പോയാൽ മറ്റൊരാൾ, അത്രമാത്രം. ഷുമേനി, റാബിയോ എന്നിവരടങ്ങുന്ന മിഡ്ഫീൽഡ്, യൂൾസ് കുണ്ടെ, വില്യം സലീബ, ഉപമെക്കാനോ എന്നിവർ നയിക്കുന്ന ഡിഫൻസ്. എങ്ങനെ നോക്കിയാലും ഈ ടീം ലോകോത്തരം തന്നെ. സ്വന്തം അശ്രദ്ധയല്ലാതെ അവർക്കൊരു നെഗറ്റീവ് ഇല്ലെന്ന് തന്നെ പറയാം. ഈ തോക്കുകൾക്കെല്ലാം കൃത്യമായി ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്, കോച്ച് ദിദിയർ ദശാംസ്. 1998 കളിക്കാരനായും 2018 കോച്ചായും ലോകകപ്പ് നേടിയ അപൂർവ മനുഷ്യൻ. താരങ്ങളെ വെറുതെ കളിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. കഴിഞ്ഞ 2022 ലോകകപ്പിലെ ഫൈനലിൽ അർജന്റീനയോട് പെനൽറ്റിയിൽ തോറ്റ കനൽ ഈ ടീമിൻ്റെ മനസ്സിലുണ്ട്. ലോറിസ്, വരാനെ, ഗ്രിസ്മാൻ, ജിറൂഡ് തുടങ്ങിയ സീനിയർ താരങ്ങൾ മാറിയപ്പോൾ ദശാംസ് ടീമിലേക്ക് പുതിയ രക്തം കൊണ്ടുവന്നു. ഒരു കാലത്ത് തമ്മിൽ തല്ലി തീർന്നിരുന്ന ഫ്രഞ്ച് ടീമിനെ ഈഗോകളില്ലാതെ കെട്ടുറപ്പുള്ള പരസ്പരം സ്നേഹിക്കുന്ന ഒരു കുടുംബമായി അദ്ദേഹം മാറ്റിപ്പണിതു. ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഈ ഫ്രഞ്ച് ടീമിൻ്റെ കരുത്ത് അവരുടെ സാംസ്കാരിക വൈവിധ്യമാണ്. കുടിയേറ്റക്കാരുടെ പശ്ചാത്തലമുള്ള ഒരു പറ്റം താരങ്ങളാണ് ഈ ഫ്രാൻസിൻ്റെ നെടുന്തൂൺ. ഉദാഹരണത്തിന് മൈക്കൽ ഒലീസെ ജനിച്ചത് ലണ്ടനിലാണ്. അച്ഛൻ നൈജീരിയക്കാരൻ, അമ്മ ഫ്രഞ്ച് അൾജീരിയൻ വംശജ. 4 രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കാൻ യോഗ്യതയുണ്ടായിട്ടും ഒലീസെ തെരഞ്ഞെടുത്തത് ഫ്രാൻസിനെയാണ്. എംബാപ്പെ, ഡെംബലെ തുടങ്ങുന്ന ഭൂരിഭാഗം താരങ്ങളും ആഫ്രിക്കൻ അല്ലെങ്കിൽ അറബ് പശ്ചാത്തലമുള്ള കുടിയേറ്റ കുടുംബങ്ങളിൽ നിന്ന് ഫ്രാൻസിൻ്റെ തെരുവുകളിൽ പന്ത് തട്ടി വളർന്നവരാണ്. ആ തെരുവ് ഫുട്ബോളിൻ്റെ വീര്യവും കഠിനാധ്വാനവും ആഫ്രിക്കൻ കരുത്തും യൂറോപ്യൻ ടാക്ടിക്സും ഒത്തുചേരുമ്പോഴാണ് ഫ്രാൻസ് എന്ന അജയ്യമായ ഫുട്ബോൾ സാമ്രാജ്യം രൂപപ്പെടുന്നത്. ഇനി വരാനിരിക്കുന്നത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളാണ്. ഫ്രാൻസിൻ്റെ അടുത്ത കളി ഫിലാഡൽഫിയയിൽ പരോഗയ്ക്കെതിരെയാണ്. ജർമ്മനിയെ പൂട്ടിയ പരോഗെ. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് റൈഫിൾ ക്ലബിനെ ഫ്രാൻസിൻ്റെ ഈ മാസ്റ്റർ ക്ലാസ്സിനെ തടയാൻ ഈ ലോകകപ്പിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഉണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും?